നമ്മൾ സെൻട്രൽ സ്ക്വയറിലുള്ള പിസ്സ ഹട്ടിലാണ് വന്നേക്കുന്നത്. ഇവിടെ നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് പിസ്സ കൊടുക്കാൻ പോലെയാണ്. ഇനി നമ്മളുടെ സബ്ബാണ് ഈ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വരുന്നതെങ്കിൽ അവർക്ക് മിനിമം 5 പിസ്സയെങ്കിലും കഴിക്കണം. 15 മിനിറ്റാണ് ടൈം ഉള്ളത്. അങ്ങനെ കഴിക്കുവാണെങ്കിൽ 5000 രൂപ കൺഫേം ആണ്. അതിൽ കൂടുതൽ അവർ ഓരോ പിസ്സ കഴിക്കണേനും നമ്മൾ പിന്നെ 500 രൂപ വെച്ച് കൊടുക്കും. ഇനി അവർ നമ്മളുടെ സബ് അല്ല എങ്കിൽ ഓരോ പിസ്സ കഴിക്കണേനും 500 രൂപ വെച്ച് കിട്ടും. മിനിമം 5 പിസ്സയെങ്കിലും കഴിക്കണം. നമ്മളുടെ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നവർ കപ്പിൾസ് ആണ്. അവർ നമ്മളുടെ സബ്സ്ക്രൈബറും കൂടിയാണെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് ഡ്രസ്സിൻ്റെ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവർക്ക് 2 പേർക്കുള്ള പെയർ ഡ്രസ്സ് അവർക്ക് വാങ്ങാം. ഇത് വാലന്റൈൻസ് ഡേ സ്പെഷ്യലാണ്. അവർ നമ്മളെ സബ്ബായിരിക്കണം, അത് വേറെ കാര്യം. എങ്ങനെയാ തുടങ്ങണല്ലേ? അയ്യോ വന്നില്ല. സെൻട്രൽ സ്ക്വയറിൻ്റെ ഫുഡ് കോർട്ടിലാണ് വന്നേക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ആളെ കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. എവിടെ നിന്നെങ്കിലും ആളെ കിട്ടണം. കാരണം നമ്മൾ ഇവിടുത്തെ സോങ് 15 മിനിറ്റത്തേക്ക് ഓഫ് ചെയ്യിപ്പിച്ചേക്കുവാണ്. ഇപ്പം സമയം ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ചേട്ടനോട് ചോദിച്ചു നോക്കിയാലോ, ചലഞ്ച് വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ടൈമില്ലേ? ഓഫ് ടൈമില്ല. അല്ലായിരുന്നെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. 15 മിനിറ്റ് ചലഞ്ച്. അത് പഠിച്ചു. 15 മിനിറ്റ് കഴിഞ്ഞ് പോയി പഠിച്ചു. ഇവിടെ പിസ്സ ഹട്ടിൽ നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? പോയി എന്ന് പറഞ്ഞിട്ട് പൈസയും കിട്ടും. എടാ ഓരോ പിസ്സ കഴിക്കണേന് 500 രൂപ വെച്ച് കിട്ടും. അൺലിമിറ്റഡ് പിസ്സ മിനിമം 5 എണ്ണം കഴിച്ചാൽ മതി. വെറൈറ്റി മുടിയൊക്കെ നൈസാണ്. മാക്സിമം ഞാൻ പറയാം, മാക്സിമം എഫേർട്ട് ഇടാൻ നോക്കുക. അത്രേ ഉള്ളൂ ഇതിൽ. ജയിക്കണമെന്നുള്ള രീതിക്ക് മാക്സിമം എഫേർട്ട് ഇടണം. നീ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? സിംഗിൾ ആണ്. നീ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? എടുത്ത് നമ്മുടെ ചാനലിൽ നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കൊരു ഡയറി മിൽക്കും കൂടി കിട്ടും. കാരണം സിംഗിൾസിന് ഡയറി മിൽക്ക് ആര് വാങ്ങിച്ചു കൊടുക്കാരാ അല്ലേ? അപ്പം അത് കാരണം നീ സബ്സ്ക്രൈബും കൂടി ആണെങ്കിൽ നിനക്കൊരു ഡയറി മിൽക്കും കൂടി ഞാൻ വാങ്ങിച്ചു തരും. സബ്സ്ക്രൈബർ അല്ല. അത് ആരാ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോണത്? നീ ആണോ ഇവനാണോ? കോൺഫിഡൻസ് ഉള്ള ആരാ? വിശക്കനുണ്ടാകുന്നല്ല, കഴിച്ചു തീർക്കണം. 5 എണ്ണം മിനിമം കഴിക്കണം. എടാ ഇപ്പം നീ സബ് അല്ലാത്തതുകൊണ്ടിട്ടുള്ള കേസ് ഞാൻ പറഞ്ഞത്. സബ് അല്ലാത്തതുകൊണ്ടിട്ട് നീ 5 എണ്ണം, അതായത് ഓരോ എണ്ണ കഴിക്കൂലേ, അതിൽ ആ ഓരോ എണ്ണത്തിന് 500 രൂപ വെച്ച് കിട്ടും. പക്ഷേ 5 എണ്ണം ആകുമ്പോൾ ആ 2500 രൂപ കിട്ടും നിനക്ക്. ഇത് സാധാരണ പിസ്സ 4 സ്ലൈസ്, 1 2 3 4 സ്ലൈസ് എന്താ പറയുക, ഇങ്ങനെ മടക്കി അടിക്കാൻ പറ്റും. ഒരു പിസ്സ കഴിക്കാനായിട്ട് 3 മിനിറ്റ് മാക്സിമം മതി. നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട്. എടാ പേര് ഞാൻ ചോദിച്ചില്ല, പേരെന്തായിരുന്നു നിന്റെ? നവീനാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോണത്. മുട്ടി നൈസ് ആയിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല, കിടില്, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഓക്കെ, നവീനാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോണത്. അപ്പം നിനക്ക് ഓരോ പിസ്സ കഴിക്കണേന് 500 രൂപ വെച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ മിനിമം 5 എണ്ണമെങ്കിലും കഴിക്കണം. ഓക്കെ അല്ലേ? അത് നടക്കും. മടക്കി അടിക്കാവുന്ന കേസുകൾ. ഓക്കെ, ചിക്കൻ അല്ലേ? ആളെ കണ്ടിട്ടൊന്നും നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യരുത്. ചെറിയ ആൾക്കാർക്കും ചിലപ്പോൾ നന്നായിട്ട് കഴിക്കാൻ പറ്റും. നമ്മ ഒരിക്കലും ഒരാളെ കുറച്ച് കാണേണ്ട ആവശ്യമില്ല. നിനക്ക് ചിലപ്പോൾ നന്നായിട്ട് കഴിക്കാൻ പറ്റുമായിരിക്കും. നമ്മൾ കണ്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് അസസ് ചെയ്യരുത്. ചിലപ്പോൾ മണ്ണോളം നല്ല തടിച്ചിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അധികം കഴിക്കാൻ പറ്റിയില്ലെന്ന് വരും. പക്ഷേ എനിക്കുള്ളൊരു സങ്കടം എന്ന് പറയോ, നീ സബ്ബായിരുന്നെങ്കിൽ നീ സിംഗിൾ അല്ലേ? ആണോ? ആ സിംഗിൾ അല്ലേ നീ? അപ്പം നിനക്കൊരു ഡയറി മിൽക്ക് ഞാൻ വാങ്ങിച്ചു തന്നെ. കാരണം സിംഗിൾ ആയതുകൊണ്ട് നമ്മൾ ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുക്കും. ഇനി ഈ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്ന നമ്മ ഒരു കപ്പിളോട് ചോദിച്ച്, കപ്പിള് സബ്സ്ക്രൈബറും കൂടി ആണെങ്കിൽ ഇവിടെ ടോപ്പ് ബ്രാൻഡുകളുണ്ട്, അതിൽ നിന്ന് അവർക്കുള്ള പെയർ ഡ്രസ്സ് എടുത്തു കൊടുക്കും. അവരുടെ ഇഷ്ടം. അതെങ്ങനെയുണ്ട്? അത് മൂടല്ലായിരുന്നാ? ഇവന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വാ. നീ പേരെന്താണ്? അമ്മല. നീ എന്ത് ചമ്മണേ? എടാ കസേര എടുത്ത് അവരൊക്കെ ഓടിക്കളല്ലേ എല്ലാവരും. എടാ നീ നിൽക്കൂലേ? ഇവനോട് സപ്പോർട്ട് ചെയ്തി. ബാ, ഒരു കസേര എടുക്കുക. കേടുവാ, ദേ ആളൊക്കെ കൂടിയിട്ടുണ്ട് ഇവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അതെ, നമ്മുടെ പിസ്സ കണ്ടേ, അത്ര ഉള്ളു പിസ്സ. നമ്മളുടെ പിസ്സയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ആളെന്തേ ദേടാ നോക്കിയടാ, നടക്കൂലേടാ? എടാ കണ്ടാടാ, നോക്കടാ. ചേട്ടാ ഇത് നോക്കിയിട്ട് പറ, നീ പിസ്സ എങ്ങനെയുണ്ട്? കഴിക്കാൻ പറ്റില്ലേ? എടാ 4 1 2 3 4 ഇങ്ങനെ മടക്കി പിടിക്കുക, അടിക്കുക. 15 മിനിറ്റ് ടൈം ഉണ്ട്. കഴിക്കാൻ പറ്റുമോ? നിനക്ക് എത്ര നേരം കൊണ്ട് കഴിക്കാൻ പറ്റും? നീ ഒരു ടൈം പറഞ്ഞേ, ഇവനൊരു ടൈം പറയട്ടെ. നിനക്ക് എത്ര നേരം കൊണ്ട് കഴിക്കാൻ പറ്റും? പറഞ്ഞ നമ്മളിതേ പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. നീ പറ, അമ്മല് പറ. അപ്പം കഴിക്കണതല്ല, ഒരു പിസ്സ എത്ര നേരം കൊണ്ട് കഴിക്കാൻ പറ്റും? 4 സ്ലൈസ് കഴിക്കാനാ 3 മിനിറ്റടാ. ചലഞ്ച് ഞങ്ങൾ ചെയ്തേക്കുന്നത് 3.5 മിനിറ്റ് കൊണ്ടിട്ട് ഒരു പിസ്സ തീർക്കും. നിനക്ക് ടോട്ടൽ എത്ര ടൈം വേണം? നിന്റെ കുറച്ച് നെർവസ്നെസ് ഉള്ളത് കൊണ്ടിട്ട് നിനക്ക് ടോട്ടൽ തീർക്കാനായിട്ട് എത്ര ടൈം പറ?
20 minutes 20 മിനിറ്റ്. ഓക്കെ, 15 മിനിറ്റ് ആണ് ചലഞ്ച്. ഒരു 20 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇവൻ മാക്സിമം ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 20 മിനിറ്റ് സെറ്റ് അല്ലേ? ഇനി നീ പറ, നമ്മുടെ ചലഞ്ച് 20 മിനിറ്റ് ഉണ്ട് ചലഞ്ച്. 20 മിനിറ്റ് ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോണേണ്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പെപ്സി കണക്കിനില്ല കേട്ടാ. പെപ്സി നീ കുടിച്ചു തീർത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സീനും ഇല്ല. നോക്ക്, ഇവിടെ ചലഞ്ച് നമ്മൾക്ക് ഏകദേശം 30 സെക്കൻഡ് ആകാൻ പോണേ ഉള്ളു. അപ്പോഴേക്കും രണ്ടാമത്തെ സ്ലൈഡ്സ് നീ പറ എങ്ങനെയുണ്ട് ചെക്കൻ. അപ്പൊ നമ്മുടെ ചെക്കൻ ഇവിടെ അത്യാവശ്യം സ്പീഡിൽ കഴിക്കുന്നുണ്ട്. സമയം നമുക്ക് ഏകദേശം 1 മിനിറ്റ്. അവിടെ എന്തോ സീക്രട്ട് പറയുന്നുണ്ട്. എന്താ ഇടക്കൂടി എടുത്തിട്ട് പിസ എടുത്ത് മറ്റേതെടുത്ത് കള്ള കേസ് വല്ലതാണ് പറഞ്ഞേ. നീ ഇടങ്ങറ ഇവൻ ഇപ്പുറത്ത് ഇരുത്തിയാൽ മതിയായിരുന്നു. നിന്റെ മൈക്ക് കിട്ടണുണ്ടാവട്ടെ ഇതൊക്കെ. ഞാൻ വീട്ടിൽ ചെന്ന് കേക്കൂടാ. ചുമ്മാ പറഞ്ഞേടാ. 1 മിനിറ്റ് ആകണ സമയത്ത് തന്നെ ഇവൻ പകുതി പിസ തീർത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റും. പകുതി പിസ തീർത്തിട്ടുണ്ട്. എടാ കയ്യൊക്കെ വറക്കണോണ്ടല്ലോ നിനക്ക്. നമ്മുടെ നീയല്ലേ പറഞ്ഞ 5 മിനിറ്റ് ചെക്കൻ തീർക്കാൻ പോണ നോക്കിയേ. ലാസ്റ്റ് ഇനി ഒരു സ്ലൈസും കൂടിയുള്ളു. 1.25 മിനിറ്റ് ആയിട്ടുള്ളു. സെൻട്രൽ സ്ക്വയർ, MG റോഡ്, രവിപുരം, ഫോർട്ട് കൊച്ചി, ഇവിടെയൊക്കെ 199 അൺലിമിറ്റഡ് പിസയാണ്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലേവർ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ 5 ഫ്ലേവേഴ്സ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് വാങ്ങിച്ചു കഴിക്കാം പെർ ഹെഡ്. നമ്മളിവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ 2.5 മിനിറ്റിനുള്ളിൽ 2.5 മിനിറ്റ് 20 മിനിറ്റ് ചലഞ്ചാ. അതിൽ 500 രൂപ. 5 എണ്ണം തീർത്താലേ മൊത്തം പൈസ കിട്ടുള്ളൂ. പക്ഷെ 500 രൂപ കിട്ടിയിരിക്കണെന്ന് പറയട്ടാ. വെക്ക്, മടിച്ചു നിൽക്കാതെ പെപ്സിയും കൂടി ചേർത്തങ്ങോട്ട് വെക്ക്. അടുത്ത പിസയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ 3 മിനിറ്റ്. കണ്ടറാ, സിമ്പിൾ ചലഞ്ച് അല്ലേ? ഞാനല്ലേ ഇവന്റെ നേർക്കാണല്ലോ. ഇവനെ ക്യാമറ ഓൺ ആക്കണതിന് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ഇവൻ. ഇപ്പൊ മിണ്ടണില്ല. നീ എന്ത് പറയാണ്? കൂട്ടുകാരൻ കഴിച്ചു തീർക്കോ? കണ്ട, ഇപ്പോഴാണ് റെഡി ആയത്. പറ, ഇനി പറ, കൂട്ടുകാരൻ കഴിച്ചു തീർക്കോ? സെറ്റാണാ? ഈസി. 5 മിനിറ്റ് ആയിട്ടില്ല. 5 മിനിറ്റ് ആകുന്നതിന് മുന്നേ നെക്സ്റ്റ് രണ്ടാമത്തെ പിസ അതെ. ഇനി ഇതും കൂടി കഴിച്ചു തീർത്ത് കഴിഞ്ഞാൽ ഇനി 2 എണ്ണം കൂടിയല്ല കേട്ടാ. 2 എണ്ണം കൂടിയല്ല. അതും കൂടി കഴിച്ചു തീർത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പിസയും തീർന്ന് 1000 രൂപ വിൻ ചെയ്യും. പെപ്സി കുടിച്ചാൽ പെപ്സി ഇനിയും വരും. ഇത് തീർത്താൽ നിനക്ക് ഇനിയും കൊണ്ടുവരും പെപ്സി. മട്ടക്കി എടുത്ത് വെക്ക്. കണ്ട, ഞാൻ പറഞ്ഞ സ്ട്രാറ്റജി നൈസ് അല്ലായിരുന്നാ? മറ്റേത് കുറേ കടിക്കണം. നമ്മൾ ജയിക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞു കൊടുക്കൂടാ. ഈ നിനക്ക് ചോദിച്ചിട്ട് ഇവനോട് ചോദിച്ചിട്ട് ഇവന് വേണ്ടി 20 മിനിറ്റ് നമ്മൾ കൊടുത്തില്ലേ? ജയിക്കണം. എടാ ജയിക്കാൻ പറ്റൂടാ? ഇല്ലേ? ഇത് നീ പറ, ജയിക്കാൻ പറ്റൂലടാ? 5 പിസ 20 മിനിറ്റിൽ പാട്ടും പാടി തീർക്കാം ഇല്ലേ? എന്നെ കൊണ്ട് പറ്റുമോ? എനിക്കിപ്പോൾ നന്നായിട്ട്, ഞാൻ ഓഫീസിൽ നിന്ന് വന്നേക്കുവാ, നന്നായിട്ട് വിശന്നിരിക്കുവാ ഞാൻ. ഓക്കെ, ഞാൻ കഴിച്ചു തീർത്ത് എനിക്കാരും പൈസ തരാനല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ കഴിക്കണ്ടേ. ഓക്കെ, നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ 5 മിനിറ്റും 12 സെക്കൻഡും ആകാൻ പോകുമ്പോൾ രണ്ടാമത്തെ പിസയുടെ 2 സ്ലൈസും കൂടിയല്ലേ ഇനി. 2 സ്ലൈസും കൂടി. കൈ വിറക്കണ്ടട്ടാ. നീ കംഫർട്ട് ആയിക്കോ, സീനില്ല. കംഫർട്ട് ആയിക്കോ, നീ നെർവസ് ഒന്നും വേണ്ട. ഓക്കെ, 5.5 മിനിറ്റ് ആകാൻ പോണ ഇടാ. ഇനി 3 എണ്ണം കൂടിയുള്ളു. 2 എണ്ണം കഴിഞ്ഞ് 2 എണ്ണം തീരാറായി ഏകദേശം. ഇനി 3 എണ്ണം കൂടിയുള്ളു. ഈ 3 എണ്ണം കൂടി കഴിച്ചു കഴിഞ്ഞാൽ എടാ നീ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? കമ്മിറ്റഡ് ആണോ? നീ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? സിംഗിൾ ആണോ? സബ്സ്ക്രൈബർ അല്ല. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. ഇപ്പൊ സബ്സ്ക്രൈബർ ആയിരുന്നെങ്കിൽ ഒരു ഡയറി മിൽക്ക് കിട്ടിയാനേടാ. കപ്പിൾ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു അറിയോ? കപ്പിൾസിന് എന്താണ് ഇല്ലെന്നാ, ഒന്നും ഇല്ലെന്നാ. 5000 അല്ല, സബ്സ്ക്രൈബർ ആണെങ്കിൽ 5000. അതല്ല, കപ്പിൾസ് അതിൽ ഒരാളെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നെങ്കിൽ അവർക്ക് ഈ സ്ഥലത്ത് നിന്ന് എവിടെന്നെങ്കിലൊക്കെ ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് അവർക്ക് വേണ്ട ഒരു പെയർ ഡ്രസ്സ് എടുക്കാം കപ്പിൾസിന്. നോൺ സബിനെയും അല്ല, കപ്പിൾ അല്ലാത്തവരെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അവർക്ക് ഡയറി മിൽക്കും കിട്ടും. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവൻ സബ്ബല്ലായിരുന്നു. ഇവൻ പക്ഷെ സിംഗിൾ ആയിരുന്നില്ല. നീ ആ ഡയറി മിൽക്ക് കിട്ടണ്ടായിരുന്നു. സബ് ചെയ്ത് വെച്ചോ. കൂട്ടുകാരെ സബ് ചെയ്ത് വെച്ചോ. ഇവന്റെ കൂട്ടുകാരെ സബ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളാ. നീ ചാനൽ കണ്ടായിരുന്നാ? ഇൻസ്റ്റാഗ്രാം എടുത്തേ. പുതിയ അതേടാ, പറഞ്ഞു കൊടുക്ക്. അവന് പറഞ്ഞു കൊടുക്ക്. ചാനൽ പറഞ്ഞു കൊടുക്ക്. പുതിയ 3 സബ്സ്ക്രൈബറേയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ. 7 മിനിറ്റ് കൊണ്ട് 2 പിസ തീർത്ത്. 3ാമത്തെ പിസ നമ്മൾ ലോഡ് ചെയ്യാൻ പോണേണ്. ഓക്കെ. എടാ കൂട്ടുകാരാ, ഒരു പിസ വെച്ച് കൊടുറാ. എടാ പിസ വെച്ച് കൊടുറാ. ചെക്കൻ പടപടയെന്ന് അടിക്കണതിന്റെ കോൺഫിഡൻസ് കണ്ടില്ലേ? 1000 രൂപ വിൻ ചെയ്ത് ഇതും തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1500 രൂപ. 9 മിനിറ്റ്
9 മിനിറ്റിനുള്ളിൽ, അതായത് നീ ഒരു കാര്യം ശ്രദ്ധിച്ച, 10 മിനിറ്റിനുള്ളിൽ ഇവൻ 3 പിസ തീർക്കാൻ പോകുക. ഇനി നിനക്ക് ഇനി എന്താണ് നീ പറ. നീ ഇവൻ കുറെ ട്രോളുന്നുണ്ട്, പക്ഷെ കാര്യങ്ങൾ പറയുന്നില്ല. പറ. ഇല്ല, 10 മിനിറ്റിൽ 2.5 പിസ്സ ഇങ്ങനെ കഴിക്കണ്ടേ? എടാ 10 മിനിറ്റ് 9 2.5 ആവണുള്ളൂ. 11 മിനിറ്റ് എങ്കിലും പിടിക്കും. 11 മിനിറ്റ് കൊണ്ടിട്ട് ഇവൻ ഓൾമോസ്റ്റ് 3 പിസ തീർക്കൂലേ? തീർക്കുവാ നീ? അങ്ങനെയാണെങ്കിൽ ബാക്കി ഞാനൊരു പണി ചെയ്യാം. ഇവൻ 11.5 മിനിറ്റിനുള്ളിൽ ഈ പിസയും കൂടി തീർക്കുവാണെങ്കിൽ ഈ 2 പിസ കഴിക്കാനായിട്ട് ഞാൻ നിനക്ക് 10 മിനിറ്റ് തരാം. ഞാൻ ജയിക്കാൻ വേണ്ടി മാക്സിമം സപ്പോർട്ട് അല്ലടാ കൊടുക്കണേ. എടാ നീ ഒന്ന് വീക്കോളോ ചൊട്ടിച്ചാരെങ്കിലും. എന്റെ അവസ്ഥ എന്താ നീ പറ. 2 പിസയും കൂടി ഉള്ളു, 2 നീ 3 ഓൾമോസ്റ്റ് തീർക്കാൻ പോകും. ഇനി 2 കൂടി തീർത്താൽ മതി നിനക്ക്. ഇവൻ സബ്സ്ക്രൈബർ അല്ല, പക്ഷെ ഇവൻ സിംഗിൾ ആണ്. എന്തു ആയിക്കോട്ടെ, നീ ഇത് 3 തീർത്തു കഴിഞ്ഞാൽ നിനക്കൊരു ഡയറി മിൽക്ക് ഞാൻ വാങ്ങിച്ചു. സിൽക്ക് ഇത് 3 തീർത്തു കഴിഞ്ഞാൽ ഇവനുള്ള ഡയറി മിൽക്ക് ഞാൻ വാങ്ങിച്ചു തരും. നീ ഇത് 2 കൂടി തീർത്തു കഴിഞ്ഞാൽ 2500 രൂപ നിനക്ക് വരും. നല്ല രീതിക്ക് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്, കാരണം 11 മിനിറ്റിനുള്ളിൽ 3 പിസ പട്ടപ്പട്ടയെന്ന് പറഞ്ഞ് അടിച്ചു തീർത്ത്. ഇനി ശരിക്കും പറഞ്ഞാൽ 2 കൂടി ഉണ്ടായിരുന്നുള്ളു. 5 പിടിച്ചാൽ തീർക്കാൻ പറ്റില്ല, ഉറപ്പാണ്. സ്റ്റോപ്പാണ് നീ. ഡയറി മിൽക്കും പോയി 2500 രൂപ. ഡയറി മിൽക്ക് നമ്മളിപ്പോ പോയി അപ്പുറത്ത് എന്റെ ബിഗ് ബസാറിൽ പോയിട്ട് ഡയറി മിൽക്ക് വാങ്ങിച്ച് തന്നേനെ. പറ്റില്ലടാ. 3 പറ്റില്ല. അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത്, കാരണം 3 പിസ. സമയം നമുക്കിവിടെ ഏകദേശം 11 മിനിറ്റിനുള്ളിൽ ഇവൻ ഏകദേശം 3 പിസയുടെ ഓൾമോസ്റ്റ് ഇവൻ തീർത്ത്. അപ്പൊ ഇവൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. ഇപ്പൊ തന്നെ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബബ്ബൈ. ഇവിടെ കൊട്ടട്ടാ ബബ്ബൈ. ഓക്കെ.